നമ്മൾ ദീപക് ധർമ്മടത്തിലേക്ക് പോകുന്നു. ദീപക്, മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഉൾപ്പെടെ മുൻ KPCC അധ്യക്ഷന്മാരെയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ ഒരു പ്രതിഷേധമുള്ളതായി അറിയുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിന് കാരണം? അദ്ദേഹം ഡൽഹിയിലേക്ക് ഇല്ല എന്ന് അറിയിച്ചുവെന്നും ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. എന്താണ് കാരണം? പ്രവിതാലക്ഷ്മി, ഇക്കാര്യം 24 ആകുമ്പോൾ പുറത്തുവന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിക്ക് പോകുന്നില്ല. അല്പം മുൻപാണ് ദീപാദാസ് മുൻഷി നേരിട്ട് വിളിച്ചുകൊണ്ട് ഡൽഹിയിലെത്തണം, ഹൈക്കമാൻഡുമായി രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് കാണണം എന്നാവശ്യപ്പെട്ടത്. എന്ത് കാര്യത്തിനാണ് വിളിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നു. അത് മുഖ്യമന്ത്രി തീരുമാനത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം, അതായത് ആദ്യം മുല്ലപ്പള്ളിയെ കിട്ടുന്നില്ല, അങ്ങനെ മുല്ലപ്പള്ളിയുടെ ഭാര്യ ഉഷ രാമചന്ദ്രനെ വിളിക്കുന്നു, അതിനുശേഷം മുല്ലപ്പള്ളിയെ കിട്ടുന്നു. മുല്ലപ്പള്ളി വളരെ കൃത്യമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം താൻ ഡൽഹിയിലേക്കില്ല, ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, ഇപ്പോൾ നടക്കുന്ന ഈ നീട്ടിക്കൊണ്ടുപോകൽ, ഇതിലൊന്നും തന്നെ തനിക്ക് താല്പര്യമില്ല എന്ന് കൃത്യമായി അറിയിക്കുന്നു. കാരണം ഇത്രയും വലിയൊരു മാൻഡേറ്റ് കോൺഗ്രസിന് കിട്ടിയിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റുന്നില്ല. തമിഴ്നാട്ടിൽ ഒരു കോയലൂഷൻ ഗവൺമെന്റ് ആയിട്ട് പോലും ഇത്രയും വേഗം മുഖ്യമന്ത്രി വരുന്നു, സത്യപ്രതിജ്ഞ കഴിയുന്നു. പക്ഷേ എന്നാൽ കോൺഗ്രസിന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല, കൃത്യമായ പ്രതിഷേധം മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. തന്നെ PCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റിയപ്പോൾ ഇതുപോലൊരു ചർച്ചയുണ്ടായിരുന്നില്ല. മാത്രമല്ല അതിനുശേഷം പല നടപടികളും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തെറ്റായ നിലപാടാണ്. അതിലുള്ള പ്രതിഷേധം എന്നോണമാണ് താൻ ഡൽഹിക്ക് വരാത്തത്. പലതും ചെയ്യാനുണ്ട്, അതൊക്കെ ശരിയാവട്ടെ, എന്നിട്ടാവാം ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ച എന്ന് ദീപാദാസ് മുൻഷിയോട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുല്ലപ്പള്ളി ഡൽഹിക്ക് പോകുന്നില്ല എന്നുള്ളത് അദ്ദേഹം എന്നോട് തന്നെ നേരിട്ട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി മുല്ലപ്പള്ളിയെ ദേശീയ നേതൃത്വത്തിലെ ചിലർ അവഗണിക്കുന്നു എന്നുള്ളതും ചിലർ കേരളത്തിലെ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതുമുള്ള പരാതി മുല്ലപ്പള്ളിക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു മുല്ലപ്പള്ളി വളരെ കൃത്യമായ നിലപാട്. കാരണം ഒന്ന്, ഈ മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്, ഫ്ലക്സ് യുദ്ധം ഉൾപ്പെടെയുള്ളത് നടന്നത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ താൻ ഡൽഹിയിലേക്കില്ല എന്ന നിലപാടാണ് മുല്ലപ്പള്ളി എടുത്തിരിക്കുന്നത്. ദീപക്, ഒപ്പം തന്നെ ഇപ്പോൾ ദീപക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്ലക്സ് യുദ്ധം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ തെരുവിലേക്ക് ഇറങ്ങി ഈ പറഞ്ഞ 3 പേർക്കും വേണ്ടിയുള്ള കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ മുല്ലപ്പള്ളി പോകുന്നില്ല എന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ K മുരളീധരന് കടുത്ത വിയോജിപ്പുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. K സുധാകരന് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം അവിടെ അറിയിച്ചിരിക്കുന്നു. ഇതെന്തായാലും ഡൽഹിയിലെ ചർച്ചകൾ ഇങ്ങനെ നീളുകയാണ്. ഇപ്പോൾ മുതിർന്ന നേതാക്കളെ വിളിച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാകും എന്ന് നമുക്ക് കാണാൻ കഴിയുമോ? അത്തരത്തിൽ വിചാരിക്കാൻ കഴിയുമോ? ഇതിൽ യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിനൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രതലമൊരുക്കൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3 പേരെയും ഹൈക്കമാൻഡ് ഒരുമിച്ചിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർത്തൂ എന്ന് ഒരുമിച്ച് പറയാൻ പറയുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ വെച്ചെന്ന് KC വേണുഗോപാൽ, അതുപോലെ VD സതീശൻ, ഒപ്പം രമേശ് ചെന്നിത്തല, ഈ 3 പേരും ഒരേ സ്വരത്തിൽ തങ്ങളുടെ പേരിലുള്ള ഫ്ലക്സുകൾ മാറ്റണം, ഇന്ന് തന്നെ പറ്റുമെങ്കിൽ മാറ്റണം എന്ന് പറഞ്ഞത്. ഇത് ഹൈക്കമാൻഡിന്റെ അന്ത്യശാസനത്തെ തുടർന്നാണ്. മാത്രവുമല്ല, ഈ ഹൈക്കമാൻഡിന് ഒരു ലക്ഷ്യമുണ്ട്, അത് എത്രയും വേഗം നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രതലമൊരുക്കുക, രാഷ്ട്രീയ പശ്ചാത്തലമൊരുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.